പ്രവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും നമ്മൾ ചർച്ച ചെയ്യാറില്ല. പക്ഷേ എൻ്റെ അടുത്ത് ഒരുപാട് കേസുകൾ വരാറുണ്ട്. അതിലെനിക്ക് ഏറ്റവും വിഷമം ഉണ്ടായിട്ടുള്ളൊരു കേസ് ഞാൻ പറയാം. പ്രവാസിയുടെ മകൾ, അവൾ എൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് വളരെ ചിരിച്ചുകൊണ്ടാണ് വന്ന് പറഞ്ഞ്, മിസ്സേ, എൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വലിയ പണിയൊക്കെ പോയിട്ട് വല്ലാത്ത ക്രൈസിസിൽ തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ മൊത്തം കടത്തിലാണ്. അപ്പം എങ്ങനെയെങ്കിലും അത് വീട്ടാം എന്നുള്ളൊരു ശുഭാപ്തി പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇപ്പം ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോയി. അപ്പം ഞാൻ ചോദിച്ചു, ഫ്രണ്ട്ഷിപ്പും മോളുടെ അച്ഛൻ്റെ ജോലി പോയതും തിരിച്ചു വരുന്നതായിട്ട് എന്താ വ്യത്യാസം? അപ്പോൾ പറഞ്ഞു, അത് മുന്നേ എനിക്ക് അവരുടെയൊക്കെക്കാളും കയ്യിൽ കാശുണ്ടായിരുന്നു, അവർക്കൊക്കെ ചിലവാക്കാൻ കാശുണ്ടായിരുന്നു. ഇപ്പം എനിക്കതില്ല. അവൾ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഉണ്ടല്ലോ, ആ മനസ്സ് എത്രമാത്രം നൊമ്പരപ്പെട്ട് കാണുമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. അത് എൻ്റെ മനസ്സിൽ ഒരിക്കലും എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ മറക്കാത്തൊരു ഇൻസിഡൻ്റാണ്. പിന്നെ അതുപോലെ പുരുഷന്മാരുടെ കരച്ചിൽ ഞാൻ ഒരുപാട് കാണാറുണ്ട്. പ്രവാസ ജീവിതത്തിൻ്റെ അവർ അവിടെ സന്തോഷത്തോടു കൂടിയൊന്നും അല്ല ജീവിക്കുന്നത്. വീട്ടിൽ പൈസ അയക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും അയച്ചതെല്ലാം ഭാര്യയുടെ പേരിലാണ്. സ്വന്തം അമ്മയുടെയോ സഹോദരിയുടെയോ ഒന്നും പേരിൽ 1 രൂപ അയക്കാൻ ഭാര്യ സമ്മതിക്കില്ലായിരുന്നു. തിരിച്ച് വന്നപ്പോഴത്തേക്കും അവർ മറ്റൊരു ജീവിതത്തിലേക്ക് ഇദ്ദേഹത്തിനെ വഞ്ചിച്ചുകൊണ്ട് കടന്നുപോയി. അങ്ങനെ ഒരെണ്ണം. പിന്നെ വേറൊരു അത് പക്ഷെ നമുക്ക് ഒരു എന്താ പറയുക, വിധി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ സ്ത്രീ നഴ്സായിരുന്നു. അവരെല്ലാ പൈസയും ഹസ്ബൻഡിന് അയച്ചു കൊടുക്കും. പുള്ളി ഒരുപാട് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും, വലിയ രീതിയിൽ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അവസാനം അവർക്ക് അവിടെ നിന്ന് വിട്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നു. അവർ വരുമ്പോൾ കോടികളോളം അവർ അയച്ചു കൊടുത്തതാണ്. പക്ഷേ ഇദ്ദേഹം എല്ലാം പെണ്ണുപിടിയോ കള്ളുപിടിയോ ഒന്നുമില്ല. അങ്ങനെ ഒരു വട്ടപൂജ്യത്തിൽ ബിസിനസ് എല്ലാം തകർന്ന് നിൽക്കുകയാണ്. അപ്പം അവർ എൻ്റെ അടുത്ത് വന്നതെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് പറഞ്ഞ് കരയാനായിട്ടാണ്. ഒരു വാക്കുകൊണ്ട് പോലും ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയില്ല. പുള്ളി പറഞ്ഞെല്ലാം എൻ്റെ തെറ്റാണ്, അവൾ അയച്ചു തന്ന പൈസ എനിക്ക് ബിസിനസ് ചെയ്ത് വർദ്ധിപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് സാധിച്ചില്ല. പ്രവാസികളുടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൂടുതലും ഓൺലൈൻ കൺസൾട്ടേഷൻ പുറത്തുനിന്ന് വരാറുണ്ട്. അപ്പം ഈ ഇടയ്ക്ക് വന്നത് ഒരു അപ്പൻ, അതായത് പുള്ളി അയച്ചു കൊടുക്കുന്ന പൈസയിൽ മക്കൾ അവരെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ടിരിക്കവേ തന്നെ പെട്ടെന്നൊരു ദിവസം ഒരു ഫോൺ വരികയാണ്, മകളെ കാണുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റയിൽ പരിചയപ്പെട്ടു. പിറ്റേ ദിവസം കുട്ടി അയാളുടെ കൂടെ പോയി. എന്നിട്ട് പിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് വന്നു. ഒരു രാത്രി മിസ്സിങ് ആയിരുന്നു. പോലീസ് പിടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഈ അച്ഛൻ എൻ്റെ മുന്നിൽ ഇരുന്ന് കരയാണ്. അമ്മ അത്രയും കരയുന്നില്ല. അവരിങ്ങനെ നിസ്സഹായത നോക്കിയിരിക്കുകയാണ്. ആ അച്ഛൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മനുഷ്യൻ എന്തൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല മാഡം, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. മക്കൾക്ക് വേണ്ടി ഇത്രയും എന്നിട്ട് എങ്ങനെ ഇവൾക്ക് ഇതിന് മനസ്സ് വന്നു എന്നറിയില്ല. ഇൻസ്റ്റയിൽ പരിചയപ്പെട്ടു. പിറ്റേ ദിവസം അവൾ ഇറങ്ങിപ്പോയി. ഒരു പ്രണയമാണോ, ഇതെന്താ അതിൻ്റെ പേരിട്ട് പിടിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ പ്രവാസികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മിക്കവാറും കേൾക്കുന്നൊരു കൗൺസിലറാണ് ഞാൻ. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പ്രവാസികളായവർക്കും അവർ അവിടെ കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.